ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നട്ട ഒരു ബിയർ ആപ്പിളാണ്. ഇതിൻ്റെ കായ്ക്കെന്ന് പറഞ്ഞാൽ നല്ല മധുരമുണ്ട്. ആപ്പിള് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി മധുരം ഉണ്ട് ഇതിന്. ഇത് ഒരു പ്രാവശ്യം ഇതിനകത്തുണ്ടായി. അതിൽ നിന്നൊരു 10-15 കായ് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പം മഴ മാറിയാലേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ പൂവൊക്കെ ഉണ്ട്. പക്ഷേ ഈ പൂവൊക്കെ കായാവണമെങ്കിൽ ഈ മഴ മാറണം. ഈ ഒരു കായ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത് കാണുന്നുണ്ടാവും, ഒരു കായ് ഇതിനകത്തുണ്ട്. ഇത് കുറച്ച് കൂടി മുഴുക്കും, ഒരു ചെറുനാരങ്ങയുടെ അത്രയൊക്കെ വലിപ്പം വയ്ക്കും. നല്ല ഇതാണ്. ഇത്രയും ഇത് കൊമ്പ് ഇത് മുട്ട് കൊടുത്തേക്കണതാണ്. കാറ്റത്ത് ഇതിൻ്റെ ഈ ഇലയും ചേരൊക്കെ കാറ്റ് കൊണ്ട് ഇങ്ങനെ മറിഞ്ഞിട്ട് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു മുട്ടൊക്കെ കൊടുത്തേക്കണതാണ് ഈ കോല്. ഞാൻ നട്ടേക്കണത് ഇതൊരു ബേസനിലാണ്. ബേസനിൽ വാർക്കയുടെ പുറത്തൊരു ബേസനിൽ നട്ടേക്കണതാണ്. നന്നായിട്ട് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ എനിക്ക് വേറൊരു ബിയർ ആപ്പിളുണ്ട്. അത് ചെറുനാരങ്ങയെക്കാളും കുറച്ചും കൂടി മുഴുപ്പ് വയ്ക്കും ചില സമയത്ത്. അതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2-3 വർഷമായിട്ട് നന്നായിട്ട് കായ്ക്കണുണ്ട്. ഒരു പൂപ്പിന് ഒരു 10-25-30 കായൊക്കെ കിട്ടുന്നുണ്ട്. ഇത് അത്ര മധുരമില്ല, എന്നാലും ഈ ആപ്പിൾ തിന്നുന്ന പോലെയൊക്കെ ഉള്ള മധുരമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നല്ല ഇത് മേടിച്ചിട്ടൊരു 3-4 വർഷമായി കേട്ടോ. മേടിച്ച് വച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ വർഷം പൂത്തെങ്കിലും അതുണ്ടായില്ല. അതിനുശേഷം പൂവെല്ലാം പിടിച്ച് കായായി. ഇപ്പം അതും പൂത്ത് നിൽക്കുവാണ്. പക്ഷേ ഈ മഴയത്ത് ഉണ്ടാവില്ല. എന്നാലും ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ട്. ഓരോന്നൊക്കെ ഉണ്ടാവണുണ്ട്. പക്ഷെ എന്നാലും അത്ര പെട്ടെന്നതങ്ങ് വലുതാവണില്ല. അത് ഈ മഴ മാറണം. ഇതിനും മുട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാറ്റ് പിടിച്ച് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മുട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഇതും ബേസനിലാണ് വച്ചേക്കണത്. കണ്ടെയ്നർ ബേസനില്ല, അതിനകത്താണ് വച്ചേക്കണത്. എന്നാൽ വളമൊക്കെ ഇട്ട് കൊടുത്താൽ നിരത്തി വയ്ക്കുന്നതിനേക്കാളും ഫലപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ കണ്ടെയ്നറിൽ വച്ചാൽ. നല്ലോണം കായൊക്കെ ഉണ്ടാവും. നന്നായിട്ടുണ്ട്.